Pa, I can't do JE, so I suicide. I am a loser. I am a worst daughter. Sorry, mommy, papa, this is my last option. ഞാൻ വളരെ മോശം മകളാണ്, ഞാനൊരു തോൽവിയാണ്, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു, എനിക്ക് JE ചെയ്യാൻ സാധിക്കില്ല എന്ന് കഴിഞ്ഞയാഴ്ചയാണ് കോട്ടയിലെ ആ വീട്ടിൽ തൂങ്ങി മരിച്ച കുട്ടി എഴുതി വെച്ചത്. സ്വന്തം അച്ഛനും അമ്മക്കും ഒരു ആത്മഹത്യാക്കുറിപ്പ് 4 വരികളിൽ ഒതുക്കിക്കൊണ്ട് സ്വന്തം ജീവനാ കുട്ടി എടുക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങ് കേരളത്തിലിരുന്നും നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. കോട്ടയിലെ ഒരുപാട് ആത്മഹത്യകൾ നമ്മൾ കേൾക്കാറുണ്ട്. കേരളത്തിൽ ആക്ച്വലി ഒരുപാട് ആത്മഹത്യാ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പേഴ്സണലി അറിയുന്ന കേസുകളുണ്ട്. ഇതെന്തുകൊണ്ടാണ്? എൻട്രൻസുമായി ബന്ധപ്പെട്ട്, JEയുമായി ബന്ധപ്പെട്ട്, നീറ്റുമായി ബന്ധപ്പെട്ട് എക്സ്ട്രീംലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു വേൾഡിലോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ, നമ്മുടെ കുട്ടികൾ കാലെടുത്ത് വെക്കുമ്പോൾ അവിടെ ഈ ബിസിനസ്സിനെ കുറിച്ച്, എൻട്രൻസ് കോച്ചിങ്ങിനെ കുറിച്ച്, ഇതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾ അറിയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ ഹൃദയം പൊട്ടിയാണെങ്കിലും ഈ വീഡിയോ ചെയ്യുന്നത്. വെൽക്കം ടു അനദർ വീഡിയോ ഫ്രം അൺലേൺ വിത്ത് അജ്മൽ. എൻട്രൻസ് കോച്ചിങ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന് സാധാരണ പറയാറുണ്ട് എൻ്റെ ഒരു സുഹൃത്ത്. എൻട്രൻസ് കോച്ചിങ് എന്നുള്ളത് ഒരുപാട് ഫാൾസ് പ്രോമിസുകളിൽ ബിൽഡ് ചെയ്യപ്പെട്ട ഒരു സംഭവമാണ്. അതായത് നിങ്ങൾക്ക് ഡോക്ടർ ആവാം, നിങ്ങൾക്ക് എഞ്ചിനീയർ ആവാം. ഒരുപാട് എക്സെപ്ഷണൽ സ്റ്റോറീസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. 4 തവണയും 5 തവണയും നീറ്റ് എഴുതി ഡോക്ടറായ ആള്, +2 തോറ്റിട്ടും IIT കിട്ടിയ ആള്, അല്ലെങ്കിൽ മാത്സിൽ വട്ടപൂജ്യം വാങ്ങിയിട്ടും നല്ലൊരു എഞ്ചിനീയർ ആയിട്ടുള്ള ആള്. ഈ കഥകളിലൊക്കെ മോട്ടിവേറ്റഡ് ആയിട്ടാണ് 20 ലക്ഷം 21 ലക്ഷം ആളുകൾ, കുട്ടികൾ JEE നീറ്റൊക്കെ എഴുതാൻ പോകുന്നത്. ഈ സ്റ്റോറീസൊക്കെ, ഈ കഥകളൊക്കെ എക്സെപ്ഷൻസ് ആണ് എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ബോധ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വേണം. ഒരുപാട് ആളുകൾ എന്നോട് കരിയർ അഡ്വൈസ് ചോദിച്ചു വരാറുണ്ട്. സർ, എനിക്ക് ഇനി റിപ്പീറ്റ് ചെയ്താൽ, എനിക്ക് ഇനി പഠിച്ചാൽ എനിക്ക് JEE കിട്ടുമോ, അല്ലെങ്കിൽ എനിക്ക് നീറ്റ് കിട്ടുമോ, എനിക്ക് ഇങ്ങനെയൊക്കെ ആയി, ഞാൻ 2 വർഷം സ്പെൻഡ് ചെയ്തു, 1 വർഷം കൂടി ഇങ്ങനെ സ്പെൻഡ് ചെയ്താൽ കിട്ടുമോ? അവർക്ക് എന്നിൽ നിന്ന് വേണ്ടതെന്ന് വെച്ചാൽ യെസ് എന്നുള്ളൊരു ആൻസറാണ്. അതായത് ഞാൻ അവരുടെ ഒരു ആഗ്രഹത്തെ ഞാനൊന്ന് ജസ്റ്റ് വാലിഡേറ്റ് ചെയ്ത് കൊടുത്താൽ അത് അവർക്കൊരു മോട്ടിവേഷൻ, ഒരു ഊർജ്ജം ആവല്ലോ എന്നുള്ളതാണ്. പലപ്പോഴും ഇതെന്നെ ചിന്താക്കുഴപ്പത്തിലാക്കും. ഞാനൊരു യെസ് പറഞ്ഞാൽ മേ ബി ആ കുട്ടിക്ക് അതൊരു മോട്ടിവേഷൻ ആവും. പക്ഷേ മേ ബി ഒരു മോട്ടിവേഷൻ ആയില്ലെങ്കിൽ, ഞാനൊരു നോ പറഞ്ഞാൽ, നീ ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞാൽ, അതിപ്പോ അവനൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കും. പക്ഷെ അവന് ഭാവിയിൽ ഉണ്ടാക്കാവുന്ന വലിയ ഹാർട്ട് ബ്രേക്ക് മേ ബി അവനെ ഡിപ്രഷനിലോട്ടോ അല്ലെങ്കിൽ സൂയിസൈഡിലൊക്കെ നയിക്കാവുന്ന വലിയ ഹാർട്ട് ബ്രേക്കിൽ നിന്ന് ഇപ്പോൾ ഞാൻ സേവ് ചെയ്യുകയായിരിക്കും എന്നെനിക്ക് തോന്നാറുണ്ട്. ഞാനൊരു ഡിലേമയിലാവും, എന്താണ് ഈ കുട്ടികളോട് പറയുക എന്നുള്ളത് ആലോചിച്ചിട്ട്. ഓക്കെ, കാരണം അങ്ങനെ ഒരു സിനാരിയോ ആണ് ഇൻ ജനറൽ എൻട്രൻസ് കോച്ചിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. ഒരു എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സ് നിങ്ങളത് എഴുതി വെച്ചോളൂ. ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിനും നിങ്ങൾക്ക് ഒരു റാങ്കും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല അൺലെസ് യു ആർ ഏബിൾ ടു ഡു ദാറ്റ്. കുട്ടികൾ എന്നുള്ള നിലക്ക് പല ആസ്പെക്റ്റുകൾ, നിങ്ങൾക്ക് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, നിങ്ങൾക്ക് നല്ലൊരു മെന്റൽ സ്ട്രെങ്ത്, നിങ്ങൾക്ക് നല്ലൊരു സ്ട്രോങ് ബേസ്, നിങ്ങൾക്ക് നല്ലൊരു സബ്ജക്ട് നോളജ്, നിങ്ങൾക്ക് എക്സാമിനെ നേരിടാനുള്ള ഒരു കഴിവ്, ഇതൊക്കെ ഇതിൻ്റെ ഒക്കെ 20% 30% ഒക്കെ ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ബട്ട് ദ അതർ 70% 80% ഷുഡ് കം ഫ്രം യു. ഓക്കെ, അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ജനറലി എൻട്രൻസ് കിട്ടിപ്പോവുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 21 ലക്ഷം ആളുകൾ എഴുതുന്ന ഒരു പരീക്ഷയാണ്. ആ 21 ലക്ഷം ആളുകളിൽ മേ ബി ഒരു 50,000 60,000 ആൾക്കാർക്ക് നീറ്റും JEE ഒക്കെ കിട്ടിപ്പോളൂ. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. കാരണം എക്സ്ട്രീംലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഫേസിലോട്ടാണ് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എനിക്ക് പാരന്റ്സിനോടും കുട്ടികളോടും പറയാനുള്ളത്, ഏതെങ്കിലും ഒരു മോട്ടിവേഷന്റെ പേരിൽ, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ പാഷൻ എന്ന് തോന്നിയതിന്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഫീൽഡിലോട്ട് എടുത്ത് ചാടരുത് എന്നുള്ളതാണ്. ഇത് വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു അഡ്വൈസ് ആണ്. പാഷനെ ഫോളോ ചെയ്യണം എന്ന് പല ആൾക്കാരും പറയാറുണ്ട്. ഞാൻ അതിന് കുറെയൊക്കെ എതിരാണ്. പാഷനെ, എനിക്ക് ഫുട്ബോൾ കളിക്കുക എന്നുള്ളത് ഫോർ എക്സാമ്പിൾ എനിക്ക് പാഷനാണ്. പക്ഷെ ഞാൻ നല്ലൊരു ഫുട്ബോളർ അല്ല എന്ന് എനിക്കറിയാം. എനിക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ ഫുട്ബോൾ കളിക്കാം, എനിക്ക് തോന്നുമ്പോൾ ഫുട്ബോൾ കളിക്കാം, അത് ഓക്കെയാണ്. അല്ലാതെ ഞാൻ ഫുട്ബോൾ കരിയർ ആക്കാൻ നോക്കിയിട്ട് ഞാൻ അതിൻ്റെ പേരിൽ മെന്റൽ സ്ട്രെസ് അടിച്ച് നടന്നാൽ എനിക്ക് ഭ്രാന്താവുന്നല്ലാതെ എനിക്കൊന്നും സംഭവിക്കില്ല. കാരണം എനിക്ക് അതിനുള്ള സ്കില്ലില്ല എന്നുള്ളതാണ് പ്രധാനം. അപ്പം നമ്മുടെ കുട്ടികളെ കുറച്ചുകൂടി സ്കിൽ ഓറിയന്റഡ് ആയിട്ട് അവരുടെ സ്കില്ല് എന്തിനാണോ അത് ഐഡന്റിഫൈ ചെയ്ത് ആ ഫീൽഡിലോട്ട് വഴിതിരിച്ചു വിടാൻ നമുക്ക് സാധിക്കണം. മെഡിസിൻ എന്നുള്ളത് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത് എൻ്റെ പാഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല, അതിനുള്ള സ്കില്ലുണ്ടോ എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ഒരു വിലയിരുത്തൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നടത്താൻ ആ കുട്ടിക്കും ആ കുട്ടിയുടെ പാരന്റ്സിനും ആ കുട്ടിയുടെ ടീച്ചേഴ്സിനും സാധിക്കേണ്ടതുണ്ട്. ഒരു കുട്ടി ഇതിന് യോഗ്യനല്ലാതെ വന്നാൽ അവന് എൻട്രൻസ് കോച്ചിങ്ങിന് പോവേണ്ടതില്ല എന്ന് തീരുമാനമെടുക്കാൻ എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സിനും സാധിക്കേണ്ടതുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ എക്സ്പെക്ടേഷന്റെ ബാർ കൃത്യമായിട്ട് സെറ്റ് ചെയ്യാൻ, ഏതൊരുവനെ കിട്ടിയാലും നീ ഡോക്ടറാവും, അല്ലെങ്കിൽ നീ IIT പോവും, നീ ഒന്ന് നന്നായി ഉഷാറായി പഠിച്ചാൽ മതി എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ അത് പ്രാക്ടിക്കൽ ആക്കാനാ ബുദ്ധിമുട്ട്. അതിനപ്പുറം ഇനി മെഡിസിൻ അല്ല എന്നുണ്ടെങ്കിലും നിനക്ക്
മേ ബി അഗ്രികൾച്ചറൽ കോഴ്സസ് ഉണ്ട്, അല്ലെങ്കിൽ ആയുഷ് കോഴ്സസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന കോഴ്സുകളുണ്ട്. ഈ ഒരു റിയാലിറ്റി തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നീ ഇതിനു വേണ്ടി സൈനപ്പ് ചെയ്യാൻ എന്നൊരു കുട്ടിയെ ബോധ്യപ്പെടുത്താൻ, സത്യസന്ധമായി ബോധ്യപ്പെടുത്താൻ ഇവിടുത്തെ എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സിന്, നമ്മുടെ നാട്ടിലുള്ള എല്ലാ അധ്യാപകർക്കും സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. അതോടൊപ്പം രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എൻട്രൻസ് ഈസ് എക്സ്ട്രീംലി കോമ്പറ്റേറ്റീവ്. എൻട്രൻസ് വളരെ 21 ലക്ഷം 22 ലക്ഷം ആൾക്കാർ എഴുതുന്ന ഒരു സ്പേസ് ആണ്. ആ സ്പേസിൽ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ എന്തെങ്കിലും അത്ഭുതങ്ങൾ നടക്കുമെന്നുള്ളത് ഒരാളും സങ്കല്പിച്ചിട്ട് കാര്യമില്ല. 1 or 2 വർഷം കൊണ്ട് ഒരു അത്ഭുതവും പലപ്പോഴും ഇതിൽ നടക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധം പാരൻസിനെ സംബന്ധിച്ചിടത്തോളം വേണം. ഒരു കുട്ടി നീറ്റിന് റിപ്പീറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ജൂണിൽ തുടങ്ങുമ്പോൾ അടുത്ത മെയ് വരെ അവന് സമയമുണ്ട്, മേ ബി 11 months ഉണ്ട്. കഴിഞ്ഞ 2 വർഷം കൊണ്ട് കൃത്യമായി പഠിക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങൾ മുഴുവൻ അടുത്ത 11 മാസം കൊണ്ട് പഠിക്കാമെന്നാണോ വിചാരിക്കുന്നത്? ജൂണിൽ റിപ്പീറ്റിംഗ് തുടങ്ങി, ജനുവരിയിൽ JEE സെഷൻ 1 വരുന്നു. കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് പഠിക്കാത്ത കാര്യങ്ങൾ ഈ 2 കൊല്ലം കൊണ്ട് പഠിക്കാം എന്നാണോ വിചാരിക്കുന്നത്? അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ നമ്മൾ കൃത്യമായിട്ട് കുട്ടിയുടെ അക്കാഡമിക്സിൽ ഫോക്കസ് ചെയ്യാൻ നടന്നിട്ട് 11th ലും 12th ലും ഈ ഭാരം മുഴുവൻ കുട്ടിയുടെ തലയിൽ വെച്ചു കൊടുത്താൽ, അവനെ ഏതെങ്കിലും ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ കൊണ്ടുപോയാക്കിയാൽ, അവനെ അവിടെ ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ടാൽ, അവന് വേണ്ട പുസ്തകങ്ങൾ വാങ്ങിക്കൊടുത്താൽ, അവനെ 1 ലക്ഷമോ 2 ലക്ഷം രൂപയോ കൊടുത്ത് പഠിപ്പിച്ചാൽ അവൻ എന്താണ് അത്ഭുതകരമായിട്ട് ഈ പരീക്ഷയിൽ 1000-ൽ താഴെയോ 10,000-ൽ താഴെയോ റാങ്ക് വാങ്ങുമെന്നാണോ പാരന്റ്സ് നിങ്ങൾ കരുതുന്നത്? എങ്കിൽ അതൊരു അബദ്ധകരമായിട്ടുള്ള ധാരണയാണ്. യാതൊരു സംശയം വേണ്ട, അത് വളരെ അബദ്ധമായിട്ടുള്ള ധാരണയാണ്. ഇങ്ങനെയല്ല അത് വർക്ക് ചെയ്യുന്നത്. മെല്ലെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന നോളജിന്റെ മേലെയാണ് ഈ എൻട്രൻസ് എക്സാം എന്നുള്ളൊരു പരീക്ഷ നടക്കുന്നത്. അല്ലാതെ ഒറ്റയടിക്ക് ആരെയും എൻട്രൻസ് ഓറിയന്റഡ് ആക്കാനോ അല്ലെങ്കിൽ എൻട്രൻസിൽ പുലികളാക്കാനോ സാധിക്കില്ല. ഞാനിത് പറയുമ്പോൾ എതിർവാദമായിട്ട് വരുന്നവരുണ്ടാവും, തോറ്റവർ എൻട്രൻസ് നേടിയിട്ടില്ലേ, അല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയാ 3-4 വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് എൻട്രൻസ് കിട്ടുന്ന ആൾക്കാരില്ലേ. ഞാൻ എക്സെപ്ഷൻസിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. എക്സെപ്ഷണൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, പല കാരണങ്ങളാൽ എക്സെപ്ഷണൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഞാൻ ജനറൽ ആയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള സാധാരണ രീതിയിൽ പോകുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതോടൊപ്പം മെന്റൽ ഹെൽത്ത് ഇറ്റ്സ് ലൈക്ക് വെദർ. നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യം എന്നുള്ളതാണ് ഈ എൻട്രൻസ് പരീക്ഷകളൊക്കെ പ്രാധാന്യം എന്നുള്ളത് 100% നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ ഒരു കുട്ടിക്ക് പനി ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെ സ്കൂളിൽ വിടൂല, കൈയൊടിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ വിടൂല. പക്ഷേ നീ ഇന്ന് ഓക്കെ ആണോടാ എന്ന് നമ്മൾ എപ്പോഴെങ്കിലും കുട്ടിയോട് മെന്റലി ചോദിക്കുന്നുണ്ടോ? കുട്ടി ഒരു മൂഡ് ഓഫ് ആയി ഇരിക്കുമ്പോൾ അവനെ എന്താ പറയാ അതൊക്കെ ശരിയായിക്കോളും എന്ന് പറയുകയല്ലാതെ അവന്റെ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ എത്ര ആൾക്കാർ ഗൗരവകരമായി ചിന്തിക്കാറുണ്ട്? മെന്റൽ ഹെൽത്ത് എന്താ പറയാ വെതർ പോലെയാണ്. ചിലപ്പോൾ മഴ പെയ്യും, ചിലപ്പോൾ നല്ല ചൂടായിരിക്കും, അല്ലെ, ചിലപ്പോൾ മഞ്ഞ് പെയ്യും, ഇങ്ങനെ പല സംഭവങ്ങളുണ്ടാവും. ചിലപ്പോൾ പ്ലസന്റ് ആയിരിക്കും, അതൊരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ആ മെന്റൽ ഹെൽത്ത് സ്റ്റേറ്റിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. മഴ പെയ്താൽ കൂടെ എടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ കൂടെയുള്ള ഒരു കുട്ടി അവനൊന്ന് മൂഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ അവനോട് എന്താണ് കാരണം എന്ന് നമ്മുടെ പാഠഭാഗം മാറ്റി വെച്ച് ചോദിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റിപ്പീറ്റേഴ്സ് ആവട്ടെ, റിപ്പീറ്റേഴ്സ് ആവട്ടെ, എൻട്രൻസ് ഓറിയന്റഡ് ഹോസ്റ്റലിൽ നിൽക്കുന്ന സ്റ്റുഡൻസ് ആവട്ടെ, അപ്പുറത്തുള്ള കുട്ടിയെ പരിഗണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവനെ ഉള്ളു തുറന്ന് കേൾക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ബാക്കിയുള്ളവരോട് തുറന്ന് പങ്കുവെക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ ഷെയറിങ്ങിലാണ്, ഈ കെയറിങ്ങിലാണ് ആക്ച്വലി എന്താ പറയുക വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ചുറ്റും എന്താണ് ഇതല്ലാത്ത ഒരു ലോകമുണ്ട്. അതുകൊണ്ട് മെന്റൽ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ നമ്മൾ ഒരിക്കലും എന്താ പറയുക നമ്മൾ ആരെങ്കിലും മാനസിക രോഗിയാക്കോ അല്ലെങ്കിൽ ഭ്രാന്തനാക്കോ എന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അവിടെ നമ്മൾ സംസാരിക്കേണ്ടത് സംസാരിക്കണം. കാരണം നമ്മുടെ കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ എനിക്ക് സാറിനൊക്കെ പറയാൻ എളുപ്പമല്ലേ, സാറൊന്നിനും തോറ്റിട്ടൊന്നുമില്ലല്ലോ. ഞാൻ എൻ്റെ ഒരു ജേണി പറയാം. ഞാൻ ഒരു ജോലി ചെയ്യുന്നതിനിടയിൽ കഴിഞ്ഞൊരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ UPSC പരീക്ഷ അറ്റംപ്റ്റ് ചെയ്തു. അതിന് കാരണം എൻ്റെ പാരൻസിന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ പാരൻസിന് മേ ബി നിങ്ങൾ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന പാരൻസിനുള്ള ആഗ്രഹം പോലെ തന്നെ എൻ്റെ പാരൻസിൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നെ ഒരു സിവിൽ സർവീസ് ഓഫീസർ, ഒരു IAS ഓഫീസറായി കണ്ടാൽ കൊള്ളാമെന്നുള്ള. ഞാൻ കോച്ചിങ്ങിന് പോയി. ഞാൻ എൻ്റെ ജോലിയിൽ നിന്ന് 2-3 മാസം ലീവ് എടുത്തു. ഞാൻ നന്നായി പഠിച്ചു. ഞാൻ പഠിച്ച് പ്രിലിംസ് പരീക്ഷ എഴുതി. ഞാൻ തോറ്റു. മേ ബി ആ പരീക്ഷയുടെ കട്ട് ഓഫിൻ്റെ കുറച്ച് മാർക്ക് അപ്പുറത്ത് ഞാൻ തോറ്റു. ഞാൻ പറഞ്ഞു ഞാൻ തോറ്റിട്ടുണ്ട്, ഞാൻ തോറ്റു. അന്ന് ഞാൻ ആലോചിച്ചു ഞാൻ അത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഞാൻ ആലോചിച്ചു. ഞാൻ തീരുമാനിച്ചു ഞാൻ അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. മേ ബി ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു IAS ഓഫീസർ ആയേക്കാം, എനിക്കറിയില്ല. മേ ബി എനിക്ക് അത്യാവശ്യം എന്താ പറയുക അതാവാനൊക്കെ ഉള്ള
ഒരു കേപ്പബിലിറ്റി എനിക്ക് ഉണ്ട് എന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയ കാര്യം, ഞാൻ ഒരിക്കലും ഈ ഒരു ഫേസിൽ ഞാൻ ഇതുമായിട്ടുള്ള മുന്നോട്ട് പോകും ഞാൻ മെൻ്റലി ഓക്കെ ആവില്ല. ആ എക്സാം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വളരെയധികം എക്സോസ്റ്റഡ് ആയിരുന്നു. ആ എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ അന്നാകെ കരഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ ഉള്ളിൽ തുറന്ന് കരഞ്ഞൊരു ദിവസമാണ്. ആ എക്സാം കഴിഞ്ഞ് ഞാൻ ആകെ എക്സോസ്റ്റഡ് ആയി. കാരണം എനിക്ക് മനസ്സിലായി, എനിക്ക് ഈ എക്സാം ഇങ്ങനെ പഠിച്ച് എന്നും എക്സോസ്റ്റഡ് ആയിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇത് എൻ്റെ സ്റ്റൈലിന് പറ്റിയൊരു എക്സാം അല്ല. മേ ബി എനിക്ക് സബ്ജക്ട്സ് ഇഷ്ടമാണ്, എക്കണോമിക്സ് ഇഷ്ടമാണ്, ഹിസ്റ്ററി ഇഷ്ടമാണ്, ജോഗ്രഫി ഇഷ്ടമാണ്, അതിലുള്ള മെൻ്റൽ അബിലിറ്റി മറ്റു സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്. ഇതിൽ പലതും എനിക്ക് നന്നായി ചെയ്യാൻ സാധിക്കും. പക്ഷെ എന്നെ കൊണ്ട് സാധിക്കില്ല. ഞാനൊരു ഡിസിഷൻ എടുത്തു, ഞാൻ മുന്നോട്ട് പോകുന്നില്ല. ബട്ട് അതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ ഒരു വർഷം ഇതിന് സ്പെൻഡ് ചെയ്തതിന് ഒരിക്കലുമില്ല. അന്ന് പഠിച്ച എക്കണോമിക്സും അന്ന് പഠിച്ച ഹിസ്റ്ററിയൊക്കെ എൻ്റെ ലൈഫിൽ വളരെയധികം യൂസ്ഫുൾ ആയി. ഇന്നും ഞാൻ ഈ ഒരു ചാനൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു വേൾഡ് പേഴ്സ്പെക്റ്റീവ് നൽകിയത് മേ ബി ആ ഒരു വർഷത്തെ സിവിൽ സർവീസ് പഠനമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. അതേപോലെ തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തു, നിങ്ങൾ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ പ്ലസ് ടുവിൻ്റെ കൂടെ എൻട്രൻസ് ചെയ്തു, നിങ്ങൾ പരാജയപ്പെട്ടു, നിങ്ങൾ തീരുമാനിക്കുകയാണ് എനിക്കിനി വയ്യ, എനിക്ക് ഇതിൻ്റെ ഒരു മെൻ്റൽ സ്ട്രെസ് ഏറ്റെടുക്കാൻ വയ്യ. ദാറ്റ്സ് ഫൈൻ. നിങ്ങൾ ആ ഒരു ഫേസിൽ ഒരുപാട് ലേൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരും IIT എത്തിയാലേ അത് ജീവിതത്തിൻ്റെ വിജയമാവുള്ളൂ എന്നുള്ള ചിന്ത ഒന്നും ആർക്കും വേണ്ട. ഡോക്ടർ ആയാലേ ജീവിതത്തിന്റെ വിജയമാവുള്ളൂ എന്നുള്ള ചിന്ത ഒന്നും വേണ്ട. അതൊന്നും ഇല്ലെങ്കിലും ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുണ്ട്, നമ്മൾ മനസ്സിലാക്കുക. സോ എൻജോയ് ദാറ്റ് ജേണി. അതാണ് എനിക്ക് പറയാനുള്ളത്. ആ ജേണിയിൽ നമ്മൾ മേ ബി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. മേ ബി നിങ്ങളൊരു ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ അവിടെ നിങ്ങൾ ഒരുപാട് ആൾക്കാരായിട്ട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഒരു സ്വയം വിലയിരുത്തൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. പഠിക്കാൻ ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. മേ ബി യു ഫെയിൽ, ദാറ്റ്സ് ഫൈൻ. നിങ്ങൾ തോറ്റാലും ഒരു കുഴപ്പമില്ല. ആ തോൽവിയുടെ വഴിയിലും നിങ്ങൾ ആ വഴിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് വിജയങ്ങൾ നിങ്ങൾ നേടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് എൻഡ് ഗോൾ. നീറ്റ് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ എൻ്റെ ജീവിതം അവസാനിച്ചു എന്നുള്ളത് ആരും ചിന്തിക്കേണ്ട ആവശ്യമില്ല. JEE കിട്ടിയില്ലെങ്കിൽ ഞാൻ വട്ടപൂജ്യമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു വഴിയിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. മേ ബി നിങ്ങൾ അതിന് ഫിറ്റ് അല്ല എന്നുള്ള ലേണിംഗ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ലേണിംഗ് എന്നുള്ളത്. ഞാനതിന് ഫിറ്റ് അല്ല, ഞാൻ വേറൊരു കാര്യത്തിനാണ് പോകേണ്ടത് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയാൽ തന്നെ അതെന്താണ്, അത് ആ ഒരു ഫേസിൽ ഏറ്റവും വലിയ ലേണിംഗ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി എൻഡ് ഗോൾ, ഇറ്റ്സ് അബൌട്ട് ദ ജേർണി. ഇറ്റ്സ് ഓക്കെ നോട്ട് ടു ബി എ ഡോക്ടർ, ഇറ്റ്സ് ഓക്കെ നോട്ട് ടു ബി an IIT, it's okay not to be an engineer, it's okay not to be a scientist. ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഈ ലോകത്ത് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുണ്ട്. അത് കണ്ടെത്തി അതുമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ കരിയർ എക്സ്പ്ലോറേഷൻ പാരൻസിനോട് പറയുക, കുറച്ചുകൂടി നേരത്തെ കുട്ടികളുടെ ഒരു കരിയർ എക്സ്പ്ലോറേഷൻ തുടങ്ങുക. സോ ദാറ്റ് ദേ ഗെറ്റ് ഇനഫ് ടൈം ടു പ്ലാൻ. അവർ പ്രഷറൈസ്ഡ് ആവാതെ അവർക്ക് പഠിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയയിൽ എത്തിപ്പെടാൻ, മേ ബി ഡോക്ടറോ എഞ്ചിനീയറോ സയൻറ്റിസ്റ്റോ CAയോ ആർട്ടിസ്റ്റോ എന്തോ ആവട്ടെ, ആ ഏരിയകളിൽ എത്തിപ്പെടാനുള്ള ഒരു സമയം നമ്മൾ അവർക്ക് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.